പൂനെയിൽ ജോലി ചെയ്യുന്ന മലയാളി സൈനികനെ കാണാതായിട്ട് 6 ദിവസം പിന്നിടുമ്പോൾ ആശങ്കയിലാണ് കുടുംബം. കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയും ബോക്സിംഗ് താരവുമായ കെ വിഷ്ണുവിനെയാണ് കാണാതായത്. വിഷ്ണു ഈ മാസം 17-ന് കണ്ണൂരിലെത്തിയതായി വിവരം ലഭിച്ചെങ്കിലും സന്ദേശം വ്യാജമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, എനിക്ക് തോന്നുന്നു ഈ വിഷ്ണുവിനെ കാണാതായിട്ട് 6 ദിവസമാകുന്നു. മാത്രമല്ല, വിഷ്ണു അവധിക്ക് അപേക്ഷിച്ചിരുന്നു, അങ്ങനെ അവധി കിട്ടി ഈ സേനയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കുടുംബം എന്താണ് പറയുന്നത്? കുടുംബം വലിയ ആശങ്കയിലാണ്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. പൂനെയിൽ ജോലി ചെയ്യുന്ന മലയാളി സൈനികനെ കാണാതായി 6 ദിവസം പിന്നിടുമ്പോഴും എന്ത് സംഭവിച്ചു ഈ സൈനികൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടാകുന്നില്ല. അതിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത്. കോഴിക്കോട്ടെ പാവങ്ങാട് സ്വദേശി ബോക്സിംഗ് താരം കൂടിയായ കെ വിഷ്ണുവിനെയാണ് കാണാതായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, പുതിയ വിവരങ്ങൾ എന്താണ്? വിഷ്ണുവിനെ കാണാതായിട്ട് ഇന്നേക്ക് 6 ദിവസമാവുകയാണ്. വലിയ ആശങ്കയിലാണ് കുടുംബമുള്ളത്. ഏറ്റവും ഒടുവിൽ വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പൂനെയിൽ തന്നെയാണ് ആ ഫോൺ ഉള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 17-ാം തീയതി ഒരു സന്ദേശം ലഭിച്ചിരുന്നു, താൻ കണ്ണൂർ എത്തിയിട്ടുണ്ട് എന്നും 5 മണിക്കൂറിനകം വീട്ടിലെത്തും എന്ന് കാണിച്ചുകൊണ്ടുമായിരുന്നു അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സന്ദേശം. എന്നാൽ ഇതുമായി സംബന്ധിച്ചുള്ള പരിശോധന നടത്തുമ്പോഴാണ് കണ്ണൂരിലേക്ക് വിഷ്ണു എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണവുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് എലത്തൂരിൽ നിന്ന് ഒരു സംഘം പൂനെയിലേക്ക് പോകുന്നുണ്ട്. 4 അംഗ സംഘത്തെ അങ്ങോട്ട് അയക്കാനാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്നത്. സൈബർ സെല്ലിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് അങ്ങോട്ട് പോകുന്നത്. വൈകിട്ടോടുകൂടെ പൂനെയിലെത്തും. എന്താണ് വിഷ്ണുവിന് സംഭവിച്ചത് എന്നതിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു. അടുത്ത മാസം 11-ാം തീയതിയാണ് വിഷ്ണുവിൻ്റെ വിവാഹം. വിഷ്ണു അറിയുന്ന സൗഹൃദത്തിലുള്ള ഒരു കുട്ടിയുമായിട്ട് തന്നെയാണ് വിവാഹം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് വിഷ്ണു ലീവിന് അപേക്ഷിച്ചിരുന്നത്. ആ ലീവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ലീവിൻ്റെ തൊട്ട് മുമ്പ് എമർജൻസി ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നത്. അദ്ദേഹം ഒരു ബോക്സിംഗ് താരം കൂടിയാണ്. മറ്റ് ആർമിയിലെ ഉദ്യോഗസ്ഥരെ പോലുള്ള കാര്യമായിട്ടുള്ള മറ്റ് തൊഴിലുകളിലേക്കൊന്നും അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടില്ല. അദ്ദേഹം ഒരു ദേശീയ തലത്തിലുൾപ്പെടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബോക്സിംഗ് താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഇളവുകളും ലഭിക്കുന്ന വ്യക്തി കൂടിയാണ്. എന്താണ് വിഷ്ണുവിന് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും കുടുംബവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ ഒരു തരത്തിലുള്ള ഒരു ദുരൂഹത എന്ന് പറയുമ്പോൾ പോലും ഏത് വിധത്തിൽ അത് എങ്ങനെ എത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും കുടുംബം ഇക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. 4 അംഗ സംഘം പൂനെയിലേക്ക് പോവുകയാണ്. വിഷ്ണുവിനെ കാണാതായിട്ട് 6 ദിവസം കഴിയുമ്പോഴും അവ്യക്തത തുടരുകയാണ്. കുടുംബത്തെ സംബന്ധിച്ച് വിഷ്ണുവിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ പിന്നീട് ലഭ്യമായിട്ടില്ല. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.